അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാണ്. അപ്പം നമ്മളൊരു 1.200 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മളിത് യൂസ് ചെയ്യില്ല, ചിലവർ യൂസ് ചെയ്യും, നമ്മളിത് യൂസ് ചെയ്യില്ല, നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ബിരിയാണി ചെയ്യാൻ വേണ്ടി 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 3 ഉള്ളി, 2 തക്കാളി, പിന്നെ ഒരു പുതിന ഇലയുടെ, പിന്നെ മല്ലിച്ചപ്പ്. ഇത്രയൊന്നും വേണ്ടി വരില്ല, നമ്മൾ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ചെയ്യും. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഒരു നാരങ്ങ, പിന്നെ നമ്മൾ കേട് യൂസ് ചെയ്യുന്നുണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട്. 2 ബോക്സ് ആവശ്യമില്ല, നമ്മൾ 1.5 എടുക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, നമ്മളെ കട്ട് ചെയ്യാൻ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ മുഖം കാണിക്കാൻ പാടില്ല എന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് നമ്മൾ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത്, ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ കുറച്ച് മസാല ഇട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇതിലേക്ക്. അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, കുറച്ച് ചിക്കൻ മസാല കൂടി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് കൊടുക്കാം. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് മല്ലിയില, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, കുറച്ചൊരു മല്ലിയില, പിന്നെ കുറച്ചൊരു പുതിനയില. ഓക്കെ, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇടാൻ മറന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട്. ഓക്കെ, ഇതല്ലേ, ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ആക്കണം. നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഓക്കെ, ഓക്കെ അല്ലേ, മസാല ചേർത്തിട്ട് അത് കാണിച്ചു. ഓക്കെ, മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിത് കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെക്കാം. കേട്ടോ, മൂടി വെച്ചിട്ട് ഇതൊന്ന് അവിടെ മാറ്റി വെക്കാം. നമ്മൾ തുടങ്ങിയിരിക്കുന്നു. എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, എണ്ണ ഒഴിച്ച് കൊടുത്ത്
ഓക്കെ, നമ്മൾ ഇതിൽ എണ്ണ ഏകദേശം ചൂടായിരിക്കുകയാണ്. നമ്മൾ സോപ്പിട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ്, ആരും പൊടിക്കാറില്ല. ഓക്കെ, ഓക്കെ, അതൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. ഓക്കെ, റെഡിയായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഉള്ളി എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്, ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായിട്ടുണ്ട്. നല്ല രീതിയിലൊന്ന് കിണ്ടി കൊടുക്കണം. നമ്മളെ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ കട്ട് ചെയ്ത തക്കാളി ഇടുകയാണ്. തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇതൊന്ന് സെറ്റാവുന്ന വരെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇടക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നല്ല വെള്ളപ്പൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഇതിലേക്ക് ഇനി മസാലകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നു. ഓക്കെ, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നമ്മൾ നേരത്തെ അതിൽ ഇട്ടിരുന്നു. അപ്പം എരിവിന് ആവശ്യമനുസരിച്ച് വേറെ ഇടുക. ഓക്കെ, ഇത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഓക്കെ, ജീരകപ്പൊടി കൂടി ജസ്റ്റ് ഒരു ഇല്ല. ഓക്കെ, ഓക്കെ അല്ലേ, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, നമ്മളെ മസാല എല്ലാം ഏകദേശം ഒന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ തൈര് നമ്മൾ നേരത്തെ പറഞ്ഞ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, മതിയോ? ഓക്കെ, ഇതോടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെള്ളം ഒഴിച്ച് കൊടുത്ത് ആവശ്യം തിരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിയിലുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ പുതിനയില ഓക്കെ ഈ സമയം ഒന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ലെമൺ ഉണ്ട്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഓക്കെ, നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, നമ്മളെ ഏകദേശം തിളച്ച് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനപ്പം ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. തിളച്ച് വരുന്ന ടൈമാകുമ്പം ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണേ. ഓക്കെ, ഉപ്പൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് മൂടി വെക്കാം. നമ്മളെ ചിക്കൻ വേകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിന് നമ്മൾ അരി എടുക്കുക. നമുക്ക് ആവശ്യമാണ് പിന്നുള്ള അരി എടുക്കുക. നമ്മളിപ്പം 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് കഴുകി റെഡിയാക്കി വെക്കുക. ഓക്കെ, നമ്മൾ നോക്കുകയാണ്. ചിക്കന് കുറച്ച് വന്നാൽ മതി. ഓക്കെ, ഏകദേശം റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അരി എടുക്കുക. അരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അരി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു 2-3 മിനിറ്റ് മൂടി വെച്ചാണ്. ഓക്കെ, മൂടി വെച്ചിട്ട് അധികം നേരം മൂടി വെക്കാൻ പാടില്ല, അടി പിടിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തുറന്ന് നോക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടി പിടിക്കാൻ പാടില്ല, മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. നമ്മളൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നെടുത്ത് മാറ്റുക കേട്ടോ. ചെറിയൊരു പരിപാടിയുണ്ട്, ഒന്നെടുത്ത് മാറ്റുക. ഇത് നമ്മളെ പഴയ പാനല് നമ്മൾ യൂസ് ചെയ്യാറില്ല, അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മീതെ
ഇതൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഒന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം തീ കൂട്ടി വെക്കാൻ പാടില്ല, ഒരു മീഡിയം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം എടുത്ത് വെക്കുക. ഓക്കെ ഓക്കെ, നമ്മൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെക്കുക. കുറച്ച് വെയിറ്റ് വേണം. ഞാനിതിലിപ്പം വെള്ളം നിറച്ചിട്ടുണ്ട് വെയിറ്റിന് വേണ്ടി, നമ്മളെ അവർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇതൊന്നും ആവില്ല, അങ്ങനെ തന്നെ ഇരുന്നോളൂ. ഓക്കെ, തീ നല്ല കൂട്ടി തന്നെ വെച്ചോ കേട്ടോ, കുഴപ്പമില്ല. നല്ല കൂട്ടി തന്നെ വെച്ചോ. ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇപ്പം ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. വഴി നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, നോക്കാം. സെറ്റായിട്ടുണ്ട് നമ്മളെ ബിരിയാണി, സെറ്റായിട്ടുണ്ട്. വാ, ഓക്കെ, ഇതിനൊന്ന് ഇണ്ടി കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്യാം. ഓക്കെ, തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ പീസൊക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. നല്ല ചൂടാണ്. കൊള്ളാം. ഓക്കെ അല്ലേ? നമ്മളെ ഇതൊക്കെ റെഡി ആക്കി വയ്ക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരനെ അയച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ.